ആവേശപ്പോരിൽ കേപ്പ് വെർദെയുടെ മത്സര വീര്യം മറികടന്ന് അർജന്റീന പ്രീ ക്വാർട്ടറിലേക്ക്. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ അർജന്റീന ജയിച്ചത് 2-3 ഗോളുകൾക്കാണ്. കേപ്പ് താരം ഡയന ബോർഗസിന്റെ സെൽഫ് ഗോളിലാണ് ലോക ചാമ്പ്യന്മാരുടെ വിജയം. മത്സരത്തെക്കുറിച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സുബിൻ പാവൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അർജന്റീന വേഴ്സസ് കേപ്പ് വെർദെ മത്സരം വേൾഡ് കപ്പിലെ 2026 വേൾഡ് കപ്പിലെ ഇതുവരെ കഴിഞ്ഞ മത്സരത്തിൽ വെച്ച് ഏറ്റവും സുന്ദരമായൊരു മത്സരം, ഏറ്റവും ആവേശകരമായൊരു മത്സരം തന്നെയെന്ന് പറയാം. അർജന്റീന കഴിഞ്ഞ വർഷത്തെ ലോക ചാമ്പ്യന്മാർ, ഫിഫ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തുള്ള ഒരു ടീമിനെയാണ് ആദ്യമായി വേൾഡ് കപ്പ് കളിക്കുന്ന കേപ്പ് വെർദെ എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ രാജ്യം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അവരെ വലിച്ചു മുറുക്കി കെട്ടി തന്നെ എന്ന് പറയാം. ഈ മത്സരത്തിൽ അത്രക്ക് മനോഹരമായ ഒരു മത്സരമായിരുന്നു കേപ്പ് വെർദെയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നമുക്കറിയാവുന്നത് പോലെ അവരുടെ ഗോൾ കീപ്പർ ബോസിന്യയുടെ ഒരു പ്രകടനം, മെസ്സി വസ് ബോസിന്യ ഒരു മത്സരമായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. അതുപോലെ തന്നെ ഉള്ളൊരു മത്സരം തന്നെ മെസ്സി വസ് ബോസിന്യ. മെസ്സിയുടെ 7ഓളം ഷോട്ടുകളാണ് മെസ്സി ഈ മത്സരത്തിൽ കളിച്ചത്. അതിലൊന്ന് മാത്രമാണ് മെസ്സിക്ക് ലക്ഷ്യത്തിൽ എത്തിക്കാൻ സാധിച്ചത്. അതിനപ്പുറം 10ഓളം സേവുകൾ, 10ൽ കൂടുതൽ സേവുകളാണ് ബോസിന്യ എന്ന് പറയുന്നത് 40 വയസ്സ് വരെ നടത്തിയത്. അതിൽ മെസ്സിയുടെ ഒരു ഫ്രീ കിക്ക്, ഗോളെന്ന് ഉറപ്പിച്ച ഒരു ഫ്രീ കിക്ക് പോലും അദ്ദേഹം തടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത്രക്കും മനോഹരമായൊരു മത്സരം കാഴ്ചവെച്ച് കേപ്പ് വെർദെ താരങ്ങൾ. മത്സരത്തിലേക്ക് വന്നാൽ ഗോൾ നേടാൻ കഷ്ടപ്പെടുന്ന ഒരു അർജന്റീനയാണ് നമുക്ക് മത്സരത്തിൽ ഉടനീളം കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ആദ്യ പകുതിയിൽ ഗോൾ പൊസിഷൻ കീപ്പ് ചെയ്തും പാസിംഗ് ഗെയിം കളിച്ചിട്ടും അർജന്റീനയ്ക്ക് ആദ്യ പകുതിയുടെ ഒരു 25 മിനിറ്റ് വരെ വലിയ മുന്നേറ്റങ്ങളൊന്നും നടത്താൻ കഴിഞ്ഞില്ല. എല്ലാ മുന്നേറ്റങ്ങളും ഡിഫൻസിൽ തട്ടി പോകുന്ന കാഴ്ചയും അതുപോലെ തന്നെ ബോസിന്യയുടെ കൈകളിൽ ഒതുങ്ങിയത് കണ്ടത്. എന്നിരുന്നാലും 29ാം മിനിറ്റിൽ ലിസാൻഡ്രോ മാർട്ടിനസ് നൽകിയ ഒരു ഏരിയൽ ഗോൾ, ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്ത് നിന്നും ലിസാൻഡ്രോ മാർട്ടിനസ് നൽകിയ ഒരു ഏരിയൽ ഗോൾ ബോക്സിനകത്ത് മെസ്സി പിടിച്ചെടുക്കുകയും അദ്ദേഹം ഇടങ്കാല് കൊണ്ട് ഫസ്റ്റ് പോസ്റ്റിലേക്ക് അത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 1-0 എന്ന നിലയിൽ എത്തുകയും ചെയ്തു. മെസ്സി ഇതോടുകൂടി വേൾഡ് കപ്പിൽ 7 ഗോളുകൾ തികച്ചു. 2020 മൊത്തം ഇതുവരെയുള്ള വേൾഡ് കപ്പ് കരിയറിൽ അദ്ദേഹം 20 ഗോൾ നേടുകയും ചെയ്തു. അതുകൂടാതെ 8 വേൾഡ് കപ്പ് മാച്ചുകളിൽ ഗോൾ നേടുന്ന താരമായി മാറുകയും ചെയ്തു. തുടർച്ചയായി 8 മത്സരങ്ങളിൽ അദ്ദേഹം സ്കോർ ചെയ്യുകയും ചെയ്തു. ഈ വേൾഡ് കപ്പിലെ എല്ലാ മത്സരങ്ങളിലും മെസ്സി സ്കോർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു ഗോളിന് മുന്നിട്ട് നിന്നു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നാൽ സെക്കൻഡ് ഹാഫിന്റെ 59ാം മിനിറ്റിൽ ഡിനോയ് ദുരാർത്തെ പറയുന്ന അവരുടെ മിഡ്ഫീൽഡർ, അദ്ദേഹമായിരുന്നു ഗോൾ തിരിച്ചടിച്ചത്. അദ്ദേഹം അടിച്ചതും ഒരു മനോഹരമായ ഗോൾ തന്നെയായിരുന്നു. 59ാം മിനിറ്റിൽ തന്നെ 1-1 എന്ന നിലയിലേക്ക് മത്സരം മാറുകയും ചെയ്തു. കേപ്പ് വെർദെ ഒരു തിരിച്ചുവരവിലൂടെ സമനില 1-1 എന്ന സമനിലയിലേക്ക് മത്സരത്തെ മാറ്റുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് അർജന്റീനയുടെ പല മുന്നേറ്റങ്ങളും തടയുന്ന കേപ്പ് വെർദെ ഡിഫൻസർമാരെയും അതുപോലെ ബോസിന്യയുടെ പ്രകടനം, മെസ്സിയുടെ ഫ്രീ കിക്ക്, മെസ്സിയുടെ ഒരു ബോക്സിനകത്ത് നടത്തിയൊരു മുന്നേറ്റം, ഇതൊക്കെ ബോസിന്യയിൽ തട്ടിപ്പോകുന്ന കാഴ്ച. ഗോളെന്നുറപ്പിച്ച പലതും ബോസിന്യ തട്ടിയാക്കിയിട്ടുന്നൊരു കാഴ്ചയാണ് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചത്. അങ്ങനെ മത്സരം 90 മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈം, എക്സ്ട്രാ ടൈം, 90 മിനിറ്റിൽ അഡീഷണൽ ടൈം 8 മിനിറ്റ് ആയിരുന്നു. ആ 8 മിനിറ്റിലും ആവേശകരമായ പോരാട്ടം, ഇരു ടീമുകളും പരസ്പരം ആക്രമിച്ചു കളിക്കുന്ന ഒരു ത്രില്ലിംഗ് മാച്ച് അധിക സമയത്തിലേക്ക് 8 മിനിറ്റിലും നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ 90+8 മിനിറ്റ് അവസാനിച്ച് 1-1 അവസാനിച്ച് കളി എക്സ്ട്രാ ടൈമിലേക്ക് 30 മിനിറ്റ് അഡീഷണൽ ടൈം, എക്സ്ട്രാ ടൈം 30 മിനിറ്റിലേക്ക് പോയി. അങ്ങനെ ആ 30 മിനിറ്റിലായിരുന്നു 90+2-ാം മിനിറ്റിൽ തന്നെ മക്കാലിസ്റ്ററുടെ കോർണറിൽ വന്ന ബോൾ മക്കാലിസ്റ്റർ ഹെഡ് ചെയ്യുന്നു. അത് പിടിച്ചെടുക്കുന്ന ലിസാൻഡ്രോ മാർട്ടിനസ് ബോക്സിനകത്ത് ബോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ച് ഒന്നൊരു അവസരത്തിനായി കാത്തുനിന്നു. ഒരു കിടിലൻ ഷോട്ടോട് കൂടി ഫസ്റ്റ് പോസ്റ്റിലേക്ക് കിടിലൻ ഷോട്ടോട് കൂടി അർജന്റീനയ്ക്ക് ലീഡ് നൽകുന്നു. അർജന്റീന കളി ഏകദേശം ജയിക്കുമെന്ന് തോന്നി ആ ഒരു ഗോളോട് കൂടി. അർജന്റീന കുറച്ചുകൂടി ആ ഗോളോട് കൂടി അർജന്റീന കുറച്ചുകൂടി ഒന്ന് പാസിംഗ് ഗെയിമിലേക്കും മറ്റും പോയി. എന്നിരുന്നാലും കേപ്പ് വെർദെ ഒരു പോരാട്ട വീര്യം, അതിനു മുന്നിൽ അർജന്റീനയ്ക്ക് അധിക സമയം ആ ലീഡ് നിലനിർത്താനായില്ല. അങ്ങനെ സിഡ്നി ലൂപ്പസ് കബ്രാൽ എന്ന് പറയുന്ന അവരുടെ താരം 103ാം മിനിറ്റിൽ സെമേദയുടെ അസിസ്റ്റിൽ, പകരക്കാരനായി ഇറങ്ങിയ സെമേദയുടെ അസിസ്റ്റിൽ സിഡ്നി ലൂപ്പസ് അവരുടെ ഡിഫൻഡറാണ്, ലെഫ്റ്റ് വിങ് ബാക്ക് ആണ്, അദ്ദേഹത്തിന്റെ ഒരു മനോഹരമായ ഗോൾ, ഈ മത്സരത്തിലെ ടൂർണമെന്റിലെ തന്നെ ഒരു മനോഹരമായ ഗോൾ. അദ്ദേഹം 16-ാർഡ് ബോക്സിന്റെ ഇടത് മൂലയിൽ നിന്ന് ഒരു പവർഫുൾ, മഴവില്ലെന്നോളം വരുന്ന ഒരു പവർഫുൾ കർവിംഗ് ഷോട്ടിലൂടെ ഡിബു മാർട്ടിനസിനെ കാഴ്ചക്കാരനാക്കി ഗോൾ നേടുകയും ചെയ്തു. അങ്ങനെ 2-2 എന്ന നിലയിൽ കളി മുന്നോട്ട് പോയി. ഇരു ടീമുകളും പരസ്പരം ആക്രമിച്ചു കളിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതിനുശേഷം എന്നിരുന്നാൽ 114ാം മിനിറ്റിൽ മെസ്സി എടുത്തൊരു കോർണർ കിക്കിൽ റൊമേറോ ഒരു ഹെഡ് ചെയ്തെങ്കിലും അത് അവരുടെ ഡിനെ എന്ന് പറയുന്ന ഡിഫൻഡറുടെ ഒരു ടച്ചിലൂടെ ഓൺ ഗോളായി മാറുകയും ചെയ്തു. അങ്ങനെ 3-2 അർജന്റീന മുന്നിലെത്തി. എന്നിട്ടും കേപ്പ് വെർദെ ഒരു പോരാട്ട വീര്യം തീരുന്നതായി നമ്മൾ കണ്ടില്ല. ഒരു ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു, അതേ പൊസിഷനിൽ ഗോൾ നേടി അതേ ഒരു പൊസിഷനിൽ വെച്ച്
ലൂപ്പസ് ഗബ്രാൽ അതേ പൊസിഷനിൽ വെച്ച് ഒരു ഫ്രീ കിക്ക് എടുത്തു. അത് ഡിബു മാർട്ടിനസ് ഒരു നല്ല സേവോട് കൂടി തട്ടിയകറ്റുന്നതും കണ്ടു. അങ്ങനെ 3-2 അർജന്റീന ജയിച്ചു. അർജന്റീന ജയിച്ചാലും ബോസിനെയും അവരുടെ ഓൾ ടീം കാപ്പവർദി എന്നൊരു ഓൾ ടീം ഈ ടൂർണമെന്റ് തന്നെ അവരുടെ പേരിലാക്കിയ ഒരു പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. അവർ ഹൃദയം കവർന്നു, ഫുട്ബോൾ ആരാധകരുടെ ഹൃദയം കവർന്നു. അർജന്റീന ജയത്തോടെ പ്രീ ക്വാർട്ടറിലേക്ക് കടക്കുകയും ചെയ്തു. മെസ്സി ആയിരുന്നു മാൻ ഓഫ് ദ മാച്ച്. മെസ്സിയുടെ പ്രകടനം നല്ല പ്രകടനം തന്നെയായിരുന്നു മെസ്സി കാഴ്ചവെച്ചു. പക്ഷേ ഈ കാപ്പവർദിയുടെ ഈ പ്രകടനത്തിന് മുന്നിൽ മെസ്സിയുടെ പ്രകടനം നമുക്ക് കാണാതെ പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. മെസ്സി 7ഓളം ഷോട്ടുകൾ മെസ്സി എടുത്തിരുന്നു. അതുപോലെ തന്നെ ഗോളിലേക്ക് വഴിയൊരുക്കുന്ന നീക്കങ്ങളും മെസ്സിയുടേതായിരുന്നു. എല്ലാം കൊണ്ട് നല്ലൊരു മത്സരം ഫുട്ബോൾ പ്രേമികൾക്ക് കാഴ്ചവെച്ചു അർജന്റീന വേഴ്സസ് കേപ്പ് വെർദെ മത്സരം.